ഹായ് എവ്രി വൺ. അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ചെയ്യാമെന്ന് റിപ്ലൈ കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് വീഡിയോസിന് അങ്ങനെ കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ഫ്രീ ആയ ഒരു ദിവസമാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ വീക്സായിട്ട് എനിക്ക് അടുപ്പിച്ച് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. MC ചെയ്യണമായിരുന്നു, അങ്ങനെ ട്രാവലിംഗ് ആയിരുന്നു, അങ്ങനെ നല്ല ബിസി ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാനൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസത്തിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ എൻ്റെ ഫ്രീ ഡേ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബെഡൊക്കെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുക. ബെഡ് മാത്രമല്ല, എൻ്റെ റൂം ഫുൾ ഒരു മെസ്സി ആയിട്ട് കിടക്കുവാണ്. അപ്പം ഞാൻ നേരത്തെ എൻ്റെ റൂമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൻ്റെ വീഡിയോ ചെയ്തപ്പം എൻ്റെ പിങ്ക് റൂമാണ്, വീടിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാമോ എന്ന് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ചെയ്യാമെന്നും പറഞ്ഞു, പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും വൺ ഡേ ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ റൂമിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എല്ലാം വലിച്ചു വാരി ഇടേണ്ട വന്നു. അത് കാരണം എല്ലാം വലിച്ചു വാരി ബെഡിൽ ഇട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നില്ല ഞാനിതിലിട്ടിരുന്നത്. ഇത് ഫുൾ പിങ്കാണ് ഈ റൂമിൽ ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും പിങ്കാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് കാരണം ആ ഒരു പിങ്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. എന്നാലും ഞാൻ വെച്ചിരിക്കുന്ന കുറച്ച് പിങ്ക് അല്ലാത്ത സാധനങ്ങളും ഇപ്പം ഈ ഒരു റൂമിലുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നില്ല, ഇതിലെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി. അപ്പോൾ പെട്ടെന്നൊരു പിങ്ക് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം മറ്റു റൂമിലൊക്കെ ആ ഒരു ഇതിന് മാച്ച് ചെയ്യുന്ന പിങ്ക് വേറെ റൂമിലൊക്കെ കൊണ്ടുപോയി അമ്മയൊക്കെ കൊണ്ടുപോയി ഇട്ടു. അത് കാരണം ഇതിലിപ്പോൾ തൽക്കാലം ഈ ഒരു ബെഡ്ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പഠിക്കണം. അപ്പോൾ ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അതിനു വേണ്ടി പഠിക്കണം. പിന്നെ ഞാനൊരു സ്റ്റോറിയുടെ വർക്കിലാണ്. ഒരു ചെറിയ കഥയൊക്കെ എഴുതാനൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ടൈം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സോ ഇന്നത്തെ ദിവസം ഞാൻ മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത്. ഒപ്പം തന്നെ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് തൽക്കാലം ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല, കാരണം ഇതിപ്പം വിരിച്ചതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഇതിൽ വിരിക്കുന്ന സ്ഥിരം പിങ്ക് ബെഡ്ഷീറ്റുണ്ട്, അത് ഞാൻ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പം ഉണങ്ങിയിട്ടുണ്ടാവും, മടക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വിരിക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കുറേ നാളിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നാളും എനിക്ക് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, MC ചെയ്യണമായിരുന്നു. അപ്പം നമ്മൾ ബിസി ആയിരിക്കും, പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. വീട്ടിലെ ഫുഡ് വളരെ കുറവായിരിക്കും. അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കഷ്ടകാലം എന്ന് പറയട്ടെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ ഇഡ്ഡലി വലിയ ഇഷ്ടമില്ല. ശരിക്കും ഓട്സ് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചു. കാണിച്ചു തരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഈ ഒരു റൂമിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചു, എന്താ റൂമിലൊരു ഫ്ലവർ വൈസ് പിങ്ക് വയ്ക്കാതെ റെഡ് വെച്ചെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഫ്ലവർ വൈസ്. കണ്ടോ, ഈ ഒരു റെഡ് റോസും പിന്നെ ഈ ഒരു ഗ്രീൻ ബാസ്ക്കറ്റുമാണ്. അപ്പോൾ ഇതെന്താ ഈ റൂമിൽ വെച്ചത്, ഈ റൂമിൽ പിങ്ക് ഫ്ലവേഴ്സ് വെക്കാൻ വയ്യായിരുന്നോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. പക്ഷേ ഇത് ഞാൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഫുൾ ലൈറ്റ് പിങ്ക് ആണ് ഈ ഒരു റൂമിൽ. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഫ്ലവർ വൈസും ഒരു കോൺട്രാസ്റ്റ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സും ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഫ്ലവർ വൈസും ഈ ഒരു ഫ്ലവറും ഈ ഒരു ടേബിളിൽ ഇരുന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നല്ല ഭംഗി പോലെ തോന്നി. പിങ്ക് വെച്ചാലും നന്നായിരിക്കും, പക്ഷെ പിങ്ക് വയ്ക്കുമ്പം ഒരു അട്രാക്ഷൻ കാണത്തില്ല, കാരണം എല്ലാം പിങ്കാണ്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തറിയത്തില്ല. പക്ഷേ ഇത് നല്ല റെഡ് ആയത് കാരണം ഇതിങ്ങനെ എടുത്ത് അറിയും. മാത്രമല്ല, ഇത് ആ ഒരു ടേബിളിൻ്റെ സൈഡിലിരിക്കുമ്പോൾ, എൻ്റെ ബെഡിൻ്റെ സൈഡിൽ ഇരിക്കുമ്പം നല്ല ഒരു ഭംഗി തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചത്. ഇനി നോക്കട്ടെ, ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാനൊരു പിങ്കിൻ്റെ ഫ്ലവേഴ്സും എന്തെങ്കിലുമൊക്കെ നോക്കാം. അതുപോലെ തന്നെ പിങ്കിൻ്റെ ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പോട്ട്, വൈറ്റ് ഫ്ലവേഴ്സ് വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും അതിനൊരു ഭംഗി ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ റൂമിൻ്റെ ഫ്ലോറ് വൈറ്റ് പെയിൻ്റാണ്. പിന്നെ ഇപ്പോൾ ഫ്ലവേഴ്സ് താഴെ പോയാലേ. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ, ഈ ഒരു റൂമിൽ എനിക്കൊരു പിങ്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല.
അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു വാട്ടർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ വെള്ളം നിറച്ച് വെച്ചതാണ് രാത്രി കുടിക്കാൻ വേണ്ടി, പക്ഷെ കുടിച്ചില്ല. അപ്പോൾ ഇതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ടും കുടിക്കാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെയാണ്, വെള്ളം എടുത്ത് വെക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് കുടിക്കാൻ തോന്നത്തില്ല, പക്ഷെ വെള്ളം എടുക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ദാഹമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ റൂം ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുവാണെന്ന്. അപ്പം ബെഡിലെല്ലാം ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടൊക്കെയാണ്. ഇനി ഇതെല്ലാം ഇന്ന് എനിക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ എൻ്റെ ടേബിളും എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ എനിക്ക് ലോണ്ട്രി കുറേ വാഷ് ചെയ്യാനുണ്ട്. ഇതാണ് എൻ്റെ ബെഡിൻ്റെ സൈഡ് ടേബിൾ, കണ്ടോ. പിന്നെ ഇതുപോലെ വിൻഡോയുടെ സൈഡിൽ ഈ ഒരു സാധനം കണ്ടോ. ഇതെനിക്ക് പണ്ട് എൻ്റെ സിസ്റ്ററിലോ കൊണ്ടുവന്ന ഒരു സാധനമാണ്. കീ ചെയിനാണ് സാധനം. ഇത് കുറേ പേർ ബാഗിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിവിടെ ആക്കി. അപ്പം ഇതൊരു പിങ്കാണ്. ഈ ഒരു ബ്ലൈൻഡ്സ് പിങ്കും ഒരു ഡാർക്ക് പിങ്കും അതുപോലെ ഒരു ലൈറ്റ് പിങ്കും. അപ്പോൾ ഇതൊരു റെഡ് വന്നപ്പം എന്തുകൊണ്ട് അവിടെ ഒരു റെഡ് ഇട്ടു എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പം ഞാൻ ചുമ്മാ ഇട്ടു. ഈ പിങ്ക് റൂമിൽ എന്തെങ്കിലും ഒരു റെഡ് സാധനം ഇടുമ്പോൾ നമുക്കവിടെ കുറച്ച് അത് കോൺട്രാസ്റ്റ് കളർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അട്രാക്ഷൻ തോന്നും. പിന്നെ ഈ റൂമിൽ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയും കാണിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. ഈ ഒരു പെയിൻറ്റിങ് കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? ആ ഒരു പെയിൻറ്റിങ് നമുക്കിവിടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറി ബ്ലോസം ഫ്ലവേഴ്സിൻ്റെ ഒരു സ്ട്രീറ്റ്, അവിടെ ഒരു സൈക്കിളൊക്കെ ഇരിക്കുന്നു. പിന്നെ അതാ എൻ്റെ സ്റ്റാർ ഇവിടെ ഉണ്ട്, കത്തിച്ചിട്ടുണ്ട്. പിന്നെ അതാ മൂൺ സ്റ്റാറും മൂണും ഇവിടെ എപ്പോഴും ഓണായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് കുറച്ച് മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നു, പക്ഷേ ചെറിയ വെയിലും കാണുന്നുണ്ട്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ വെയിലല്ല, മഴയാണ് പുറത്ത്. ചെറുതായിട്ട് ചാറി നിൽക്കുകയാണ്. ഇത് ആ കാണുന്ന ഇത് കണ്ടോ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നത് കാണാവോ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംഭവമാണ്. അവിടെ നിന്നാണ് നമ്മൾ ചിപ്സ്, മിക്സ്ചർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പം എനിക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് അവിടുന്ന് അവർ ഷോപ്പിൽ കൊടുക്കുന്ന ആ ഒരു പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് അവിടെ സ്റ്റാഫൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അവരൊരു 6:30 വരെ അവിടെ ആൾക്കാർ കാണും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ആ ടൈമിൽ അവിടെ ചെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാനങ്ങനെ ഇഡലി കഴിക്കാൻ വന്നു. ഇഡലിയും കടലക്കറിയും കൂടാണെന്ന് കഴിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇഡലിയാണ് എടുത്തത്. പിന്നെ ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല. പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു ചിപ്സും മറ്റ് ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പനി. ഇവിടെ ഈ ഒരു സെറ്റിലിരുന്നാണ് ഞാൻ മെയിനായിട്ട് ഫുഡ് കഴിക്കാറ്. ഞാനങ്ങനെ ഡൈനിങ് ടേബിളിൽ വല്ലപ്പോഴും ഇരിക്കാറുള്ളൂ. പുറത്ത് അതുപോലെ നല്ല മഴ പെയ്യുന്നുണ്ട്. പപ്പ അവിടെ ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ സമയം കണ്ടില്ലേ, ഇതാ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ടി വിയുടെ മുന്നിലോ ഫോണിൻ്റെ മുന്നിലോ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഫുഡ് കഴിക്കാൻ നേരം ഒന്നുകിൽ ഞാൻ ടി വി നോക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും. മോസ്റ്റ്ലി ഞാൻ മൊബൈലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. നമ്മുടെ ലേഡീസ് ഫിംഗർ. അപ്പോൾ ഞാൻ പിന്നെന്താ അരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ എന്താ പറയുന്നത്, വെജിറ്റബിൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ, അന്നേരം ഞാൻ ഈ ലേഡീസ് ഫിംഗർ വെച്ച് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും എനിക്കത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാനതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഈ ലേഡീസ് ഫിംഗറൊക്കെ കൈ കിട്ടുമ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യും. പിന്നെ അതിനൊന്നും സമയം കിട്ടാതായി. ഇപ്പം ഇത് കാണുമ്പോൾ അങ്ങനെ ഓർക്കും എന്നല്ലാതെ ഒന്നും ചെയ്യാറില്ല. വെണ്ടയ്ക്ക അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി എൻ്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇന്നൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം എൻ്റെ ഈ സമയത്ത് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ പഠനമാണ്.
അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണിത്. ഇവിടെ ഇരുന്നാണ് ഞാൻ മെയിനായിട്ട് പഠിക്കാറുള്ളത്. എൻ്റെ മെയിൻ സ്റ്റഡി ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ പഴയ ടി വി ആണ്. അതായത് പുതിയ വീട് വെക്കുന്നതിന് മുന്നേ ഈ ടി വി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ വീട് വെച്ചപ്പം ഈ ടി വി എടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചു. പക്ഷേ ഇതങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. ഞാൻ വല്ലപ്പോഴും വെച്ച് നോക്കും എന്നല്ലാതെ അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് 4 ഫോട്ടോ പ്രിൻറ്റ്സ് വെച്ചിട്ടുണ്ട്. കോഡ്സ് ആണ്, ഫാമിലി ലവ് കോഡ്സ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ദെൻ നമ്മൾ ഇപ്പുറത്തെ ഈ ഒരു വാളിൽ ഇവിടെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ദിവസം എടുത്ത ഫാമിലി ഫോട്ടോ, അതായത് സിസ്റ്റർ ഇൻ ലോയുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, എല്ലാവരും കൂടെ എന്നുള്ള ഫോട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഞാനൊരു ചെറിയ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് അല്ല, ഒരു ചെറിയ ട്രീയുടെ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പതുക്കെ ചെയ്യണം. കുറച്ച് നാളായി എടുത്ത് വെച്ചിട്ട് പിന്നെ ടൈം കിട്ടാഞ്ഞതുകൊണ്ട് അതവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കുറേയൊക്കെ പെയിൻറ്റ് ഓൾമോസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഫ്രഷായി താഴേക്ക് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് മുകളിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ കർട്ടൻസും ബ്ലൈൻഡ്സ് എല്ലാം ബുക്കി വെക്കണം. എന്നിട്ട് വേണം എനിക്കിരുന്ന് പഠിക്കാൻ. നല്ല വെട്ടവും വെളിച്ചമൊക്കെ വേണമല്ലോ നമുക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ മാറി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുവാണ്. ഇനിയിപ്പം കർട്ടൻസ് എല്ലാം പൊക്കി അപ്പുറത്ത് കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇനി അപ്പുറത്തെ സൈഡിലെ ബ്ലൈൻഡ്സും കൂടെ നമുക്കൊന്ന് പൊക്കി വയ്ക്കാം. എന്തായാലും ഫ്ലോറിനകത്ത് ഫുള്ള് വെട്ടം കയറിക്കോട്ടെ. നമുക്ക് ഓൾറെഡി ഇവിടെ നല്ല വെട്ടം ഉണ്ട്. കാരണം ബാക്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വലിയ വിൻഡോ ഉണ്ട്. അത് കാരണം നമുക്ക് വെട്ടം കിട്ടുമല്ലോ. അവിടെ പുറത്തെ ബാൽക്കണിയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ഒരു ടെഡി ബിയർ ആണ്, എൻ്റെ പണ്ടത്തെ ടെഡി ബിയർ ആണ്. അത് അമ്മ അവിടെ കൊണ്ടുവച്ച് ഇരിക്കാൻ ഒരു ചെറിയ സ്റ്റൂളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മെയിൻ സ്റ്റഡി ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് എൻ്റെ സ്റ്റഡി ടേബിളും എൻ്റെ സ്റ്റഡി ചെയറും കൂടിയാണ്. ഇവിടെയാണ് ഞാൻ കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുന്നത്. ഞാൻ ബെഡ്റൂമിൽ അങ്ങനെ അധികം നേരം ഇരുന്ന് പഠിക്കാറില്ല, വല്ലപ്പോഴും പഠിക്കും. ഇവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ ഒരു ബുക്ക് പേഴ്സൻ്റെ 2015 ഇറങ്ങിയ ജനറൽ സ്റ്റഡീസിൻ്റെ ബുക്കാണ്. ഫോർ സിവിൽ സർവീസ് ആൻഡ് അതർ സ്റ്റേറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ബുക്കാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റഡി നോട്ട്ബുക്കും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ബുക്സ് വായിക്കുമ്പം നമുക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യേണ്ട ബുക്ക്. ആൻഡ് ഇന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്കണോമിയിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ എക്കണോമി ഇന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സിലബസിൽ നിന്നും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഡേയ്സിനുള്ളിൽ ഡെഡ് ലൈനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്, ഇന്ന് പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്ത ടോപ്പിക്കാണ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഫ്രം ഇന്ത്യൻ എക്കണോമി. ഞാനൊരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്. എനിവേ അങ്ങനെ ഞാൻ പഠിക്കാൻ ആരംഭിക്കുകയാണ് ഗൈസ്. ബുക്സ് എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു ബുക്കിന് നല്ല വെയിറ്റാണ് ഗായ്സ്. ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ ഹോം വർക്കൗട്ട് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സിൽ ഒന്നായിട്ട് ഈ ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. അത്രയ്ക്കും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വായിക്കുന്നുണ്ട്. ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നു. എന്നാലും നമുക്ക് പഠിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം തരണം ചെയ്ത് പഠിച്ചിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബുക്സൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പോയിന്റ്സ് ആയിട്ട് നോട്ട്സ് എഴുതാൻ ഒരു ബുക്ക് കീപ്പ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ ചുറ്റിനും എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം മൈൻഡ് ചെയ്യാതെ ഇരുന്ന് പഠിക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റുഡൻ്റാണ്. സയൻസ് പഠിച്ച ആളാണ്. അപ്പം എക്കണോമിക്സ് എന്താണെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. +1 +2 എക്കണോമിക്സിൻ്റെ ബുക്സൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതൊക്കെ ഞാനിരുന്ന് വായിക്കും. പിന്നെ അതുപോലെ ഹാർഡ് കോപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന് നമുക്ക് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിലുള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ച പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പം എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം സിവിൽ സർവീസൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ നല്ലൊരു കോച്ചിങ് സെൻ്ററൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിയിലാണ് വിശ്വാസമെങ്കിൽ നിങ്ങൾക്ക്
ഒരു സ്വന്തമായിട്ടൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യണം. അത് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളത് ഫോളോ ചെയ്യുകയും വേണം. ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അഡീഷണൽ ടൈം ടേബിൾ കൂടെ സെറ്റ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകണം. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം അവിടെ വെച്ച് കട്ടായി. അപ്പോൾ അത് ബാക്കി നിങ്ങൾക്ക് പഠിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം കണ്ടെത്തിയിരിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ആൾക്കാർക്കെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടച്ച് വിട്ടുപോകും. അതിപ്പം ഒരു ദിവസത്തിൻ്റെ കാര്യമാണെങ്കിലോ ഒരു മാസത്തെ ആണെങ്കിലോ ഒരു വർഷത്തെ ആണെങ്കിലോ ഒരുപോലെ തന്നെ ആയിരിക്കും ചില ആൾക്കാർക്ക്. അപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം നമ്മൾ പെട്ടെന്ന് നിർത്തുകയാണ്, വേറെ ആരുടെയെങ്കിലും ഒരു ഇൻ്റർഫെയർ മൂലം നമ്മൾ നിർത്തി നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നും. ഇനി ഇത് പഠിക്കണമല്ലോ, ഇത് പിന്നെ പഠിക്കാം, വേറെ ടോപ്പിക്ക് എടുത്തിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ഇതിൻ്റെ ബാക്കി പഠിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. അത് ഭയങ്കര മണ്ടത്തരമാണ്. അങ്ങനെ ഒക്കെ ഉള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു മുൻകരുതൽ, ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് വേണ്ടി വന്നാൽ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആ ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ ആ ഒരു വീക്കിലോ നമ്മളൊരു ടൈം കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ദെൻ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട്, എനിക്ക് അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ബാക്കി എനിക്ക് ചെയ്യണം എന്നൊരു ത്രൈവ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ പുറത്തുനിന്ന് ആരും പറയാതെ തന്നെ നമുക്കത് ചെയ്യണം എന്നുള്ള ഒരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആരും പറയുന്നത് പോലെ തോന്നും. നമ്മളത് ചെയ്ത് തീർക്കും. അപ്പോൾ ആ ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആ ഒരു പ്ലഷർ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വരത്തില്ലേ? നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം ചെയ്തു. പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാറുണ്ട്. എന്നാലേ നമുക്ക് നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് എനിക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ഇനി അതും പറ്റിയില്ലെങ്കിൽ മാത്രമാണ് വൺസ് ഇൻ എ വീക്ക് എന്ന ഒരു രീതിയിൽ ഞാൻ റിവിഷൻ ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പെട്ടെന്ന് മറന്നു പോകുന്ന ടൈപ്പ് ആൾക്കാരാണ് നമ്മളെങ്കിൽ റിവിഷൻ ചെയ്തേ പറ്റൂ. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറത്തെ പഠനത്തിന് ശേഷം ഞാൻ താഴെ വന്നപ്പോൾ അമ്മ ഫോണിൽ അമ്മയുടെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ആ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിട്ടുണ്ട്. നേരത്തെ പെയ്ത വെള്ളമെല്ലാം ഇവിടെ നമ്മുടെ സ്റ്റോൺസിൽ ഇങ്ങനെ തെന്നിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വായനയാണ് ഗൈസ്. ഈ കാണുന്ന ഡയറി 2014 കർഷകശ്രീയുടെ ഡയറിയാണ്. പിന്നെ ഈ ന്യൂസ് പേപ്പർ ഇന്നത്തേതുമല്ല, ഇന്നലത്തെയാണ്. പിന്നെ ആ കാണുന്നതാണ് എൻ്റെ സ്വന്തം മയിൽവാഹനം, എൻ്റെ സ്വന്തം സ്കൂട്ടി പെപ്പ്. ഇപ്പം അത് കവറൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഈ ന്യൂസ് പേപ്പർ തന്നെ വായിക്കാനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ച ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ആവശ്യം വരും. കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും വരുന്നതല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് നോട്ട് ചെയ്യണം. പിന്നെ അതിനകത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ടോപ്പിക്സും ഉണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊത്തിയിരുന്ന് ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ ഞാൻ കുറേ ന്യൂസ് പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ഇരുന്ന് വായിക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കും. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഡയറിയിലാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത്. അതിന് മുമ്പ് ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ച കുറേ ഡയറീസ് ഉണ്ട്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഉള്ളൊരു ശീലമാണ്. ഞാൻ ആ ടിക്ക് ചെയ്തൊക്കെ എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ പേപ്പർ നേരത്തെ ഇന്നലെ ഞാൻ വായിച്ചായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഫ്രീ ആയിട്ടിരുന്നപ്പോൾ വായിച്ച പോയിൻറ്റ്സാണ് ഞാൻ ടിക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടുമ്പം ഇതുപോലെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂസ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കേണ്ട ടോപ്പിക്സ് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കും. ഒരു ചെറിയ റൗണ്ടോ എന്തെങ്കിലും സർക്കിൾ ചെയ്ത് വെക്കും. അത് നമ്മൾ ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരുന്ന് വായിക്കും. അതുപോലെ നോട്ട്സ് ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ ടിക്ക് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഞാനത് നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, വായിച്ച ന്യൂസ് പേപ്പർ, അവിടെ കൊണ്ട് വെക്കത്തുള്ളൂ. ഇതുപോലെ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ, എസ്പെഷ്യലി ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ എനിക്ക്
MC വർക്ക്സ് ഉണ്ടായിരുന്നു. ആങ്കറിങ് ചെയ്യണമായിരുന്നു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ വേണം, പിന്നെ പോകണം, ട്രാവൽ ചെയ്യണം. ഇതെല്ലാം കാരണം വീട്ടിലിരുന്ന് ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാനേ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഫോണിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ കുറവാണ്. ലാപ്ടോപ്പിലും വായന ഞാൻ മാക്സിമം കുറവാണ്. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരാളായത് കാരണം ഹാർഡ് കോപ്പീസാണ് ഞാൻ കൂടുതലും വായിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യാറ്. നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സൺഗ്ലാസ് യൂസ് ചെയ്യണം. ഞാൻ പുറത്തു പോകുന്ന സമയത്ത് മിക്ക ദിവസവും ഞാൻ സൺഗ്ലാസ് കൊണ്ടുപോകാത്ത ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു കാര്യമാണ്, നമ്മൾ ഡെയിലി സൺഗ്ലാസ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളത് വെച്ച് നമ്മളത് യൂസ്ഡ് ആവും. നമ്മുടെ കണ്ണിന് പിന്നെ അതില്ലാതെ പറ്റില്ല എന്നൊരു സ്റ്റേജ് വരും. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സൺ എക്സ്പോഷറൊക്കെ വരുവാണ്. പെട്ടെന്ന് ഭയങ്കര ലൈറ്റിലോട്ടൊക്കെ നമുക്ക് നോക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ വരും. സോ അതുകൊണ്ട് സൺഗ്ലാസ് ഡെയിലി യൂസ് ചെയ്യാതെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ലൈറ്റ് കാണുന്നത് നല്ലതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. കാരണം ഈ പറഞ്ഞതുപോലെ ഞാൻ ലെൻസ് വെക്കാത്ത ദിവസം, കോണ്ടാക്ട് ലെൻസ് വെക്കാത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഈ ആൻറ്റി ഗ്ലെയർ ഉള്ള, അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ള ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ നമ്മുടെ പവർ ലെൻസ് വെച്ചിട്ട് പുറത്ത് പോകുമ്പം സൺഗ്ലാസ് വെക്കാതെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് വായിക്കുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. ലോങ് സൈറ്റിൻ്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല, ഞാൻ മിക്ക ദിവസവും നല്ല സണ്ണി ഡേയ്സിലാണെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും സ്പെക്സ് അല്ലല്ലോ, സ്പെക്സ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ അത് ഫോണോ ലാപ്ടോപ്പ് TV അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മോസ്റ്റ്ലി ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സൺഗ്ലാസ് എന്ന് പറയുന്ന സാധനം ഞാൻ വീടിൻ്റെ പുറത്ത് ഇപ്പോൾ ജസ്റ്റ് ഒരു തുണി അലക്കിയിട്ടത് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാനത് എടുക്കും. സൺഗ്ലാസ് വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അത്രയും ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതില്ലാതെ എനിക്ക് ജസ്റ്റ് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ബ്രൈറ്റ്നസ് ആണല്ലോ, ഈ സണ്ണിന് ഈ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചുകൂടെ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ സൺഗ്ലാസ് ഇല്ലാതെയും നമ്മൾ പുറത്ത് പോയി ശീലിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ ഒട്ടും സൺലൈറ്റ് കണ്ണിന് കിട്ടരുത് എന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ എവിടെ പോയാലും സൺഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക. പലപ്പോഴും ഒക്കെ സണ്ണിനെ ഡയറക്റ്റ് നോക്കണ്ട, സൺലൈറ്റ് നമ്മുടെ കണ്ണിൽ അടിക്കുന്നത് വലിയ വിഷയമില്ല. കാരണം ബാക്കി സമയത്തെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, സ്പെക്സ് ആണെങ്കിലും സൺഗ്ലാസ് ഒക്കെ വെച്ചാണെങ്കിലും. അപ്പോൾ സൺഗ്ലാസിൻ്റെ കാര്യമല്ലല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. ഡെയിലി ന്യൂസ് പേപ്പറിൽ നിന്നും പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ പല ന്യൂസും ചില ആൾക്കാർക്ക് അറിയത്തില്ല ഏതൊക്കെ ന്യൂസാണ് വായിക്കേണ്ടത്, എന്താണ് വായിക്കേണ്ടാത്തത് എന്ന്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ബോധം ശരിക്കും ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന കാര്യത്തിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജിയോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ന്യൂസസ്, ഇങ്ങനെയുള്ള ന്യൂസ് എല്ലാം, അതുപോലെ എന്തെങ്കിലും പുതിയ ഡിസ്കവറീസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ന്യൂസൊക്കെ നമുക്ക് വായിക്കാം. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ന്യൂസും വേണമെങ്കിൽ നമുക്ക് വായിക്കാം. കാരണം നമ്മളൊന്ന് അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അതിലൊരു അവയർനെസ് ഉണ്ടാവും. അപ്പോൾ പൊളിറ്റിക്സും കാര്യങ്ങളുമൊക്കെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇപ്പം സിവിൽ സർവീസ് പോലുള്ള ഒരു എക്സാമിന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ന്യൂസിൻ്റെ ഒന്നും വലിയ ആവശ്യം വരുന്നില്ല. പക്ഷേ മറിച്ച് നമുക്ക് പൊളിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് അവിടെ ആവശ്യം വരുന്നുണ്ട്. ഇപ്പം സുപ്രീം കോർട്ട്, കോടതികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടത്, പ്രസിഡൻറ്റിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യമുള്ള ടോപ്പിക്സ് കണ്ടുപിടിച്ച് അത് മാത്രം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരിക്കും നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ന്യൂസ് പേപ്പർ വായിക്കുമ്പം ആവശ്യമുള്ളത് വായിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുന്നതാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കിടക്കാൻ പോവാണ്. ന്യൂസ് പേപ്പർ വായിച്ചു, പോയിൻറ്റ്സ് നോട്ട് ചെയ്തു. നെക്സ്റ്റ് ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ്. ഇവിടെ ബെഡിൽ കുറച്ച് തുണി കിടപ്പുണ്ട്, ഇതൊന്ന് മടക്കി വെക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ്, അതായത് എൻ്റെ അമ്മയുടെ പാരൻസ് ആണ്. അപ്പച്ചനും അമ്മച്ചിയും. അമ്മച്ചി മരിച്ചു പോയിട്ട് ഏകദേശം 6-7 വർഷമാണ് ആയത്. അപ്പച്ചൻ മരിച്ചിട്ട് കുറേ വർഷമായി. അപ്പോൾ ഞാനിനി കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. ഇവിടെ ഉണ്ട്, മുകളിലത്തെ ഫ്ലോറിലും ഉണ്ട്. അപ്പോൾ രണ്ടും മടക്കി വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ കുറച്ച് മടക്കി വെച്ചിട്ട് മടക്കി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ്. ഇതങ്ങനെ എപ്പോഴും യൂസ് ചെയ്യത്തില്ല. ഇവിടെ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പം ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അല്ല, ശരിക്കും ഈ റൂം നന്നായിട്ട് അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഈ ബെഡിൽ ഇങ്ങനെ കുറച്ച് തുണി കിടക്കുന്നത്.
ബാക്കിയെല്ലാം ഓക്കെയാണ്, ഓൾ സെറ്റാണ്. റൂമിൽ നല്ലൊരു കബോർഡുണ്ട്, പിന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉള്ള നല്ലൊരു റൂമാണ് നമ്മുടെ ഗസ്റ്റ് റൂം. പിന്നെ ഇപ്പോൾ നമുക്ക് താഴെ തുണിയൊക്കെ നനച്ചിട്ട് പെട്ടെന്ന് ലോണ്ടറി റൂമിലൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും, എന്നിട്ട് ഇവിടുന്ന് എടുത്ത് മടക്കി വയ്ക്കും. നോർമലി അത് പെട്ടെന്ന് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു. ഇനി മുകളിലത്തെ ഫ്ലോറിലും കുറച്ച് മടക്കാനുണ്ട്. അതെൻ്റെ ബെഡ്റൂമിൽ തന്നെ എൻ്റെ സ്വന്തം ഡ്രസ്സാണ് കിടക്കുന്നത്. ഇതും എൻ്റേതും പിന്നെ അമ്മയുടെയും കൂടെ കാണിക്കുന്നത്. പിന്നെ ഇതാ അത് അപ്പച്ചനും അമ്മച്ചും ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ഫാദറും മദറുമാണ് ആയിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ നെക്സ്റ്റ് പരിപാടിയായ ഈ ലോണ്ടറി ഡ്രസ്സ് നനച്ച് ഉണക്കിയതാണ്. ഇതെല്ലാം മടക്കി വെക്കണം. എൻ്റെ തുണികളാണ് ഇവിടെ കിടക്കുന്നതെല്ലാം. ഇത് ഈ പാൻറ്റൊക്കെ എൻ്റെ ആണ് കേട്ടോ. എൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സസ്സാണ് ഈ കിടക്കുന്നത്. എൻ്റെ പാൻറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു പാൻറ്റാണിത്. ഒരു ട്രൗസറാണ്. പിന്നെ അതുപോലെ എൻ്റെ സ്കേർട്ട്, റാപ്പ് സ്കേർട്ടൊക്കെയാണ് കിടക്കുന്നതൊക്കെ. പിന്നെ ഇതിപ്പോൾ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തത് കാരണം ട്രൗസേഴ്സിനേക്കാളും കൂടുതൽ സ്കേർട്ട് യൂസ് ചെയ്താൽ മതിയെന്ന് അമ്മ പറഞ്ഞു. കാരണം ട്രൗസേഴ്സ്, പാൻസ് ഒക്കെ കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയൽ അല്ലേ. ഈ റാപ്പ് സ്കേർട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കോളുമല്ലോ. ചെറിയ സ്കേർട്ടായത് കാരണം പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അത് കാരണം ഈ സമയത്ത് ഞാൻ കൂടുതലും അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ടോപ്സിൽ ഈ ഒരു ടോപ്പ് കണ്ടില്ല, ഇതൊക്കെ ഞാൻ വീട്ടിലിടുന്ന ടോപ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര കോംഫി ഫീൽ വരും നമുക്കിതൊക്കെ ഇടുമ്പോൾ. അതുപോലെ എൻ്റെ കുറേ പഴയ ഡ്രസ്സസ് ഉണ്ട്. ഇതാ ഈ ടോപ്പൊക്കെ കണ്ടില്ലേ, ഇതൊരു 2020 എടുത്തതാണ്. അതിനുശേഷമാണ് എനിക്ക് നല്ലപോലെ വണ്ണം വെച്ചത്. അപ്പോൾ വണ്ണം വെച്ചപ്പോഴത്തേന് എനിക്ക് എൻ്റെ പല ഡ്രസ്സും ഇടാൻ പറ്റാതായി. പിന്നെ എൻ്റെ വെയിറ്റ് ലോസിന് ശേഷം ഞാനൊരു 15 kg കുറച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ആ ഒരു മാറ്റി വെച്ച ഡ്രസ്സസൊക്കെ ഇടാൻ പറ്റി. അതിലൊന്നാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ഡ്രസ്സ് എൻ്റെ സിസ്റ്ററിലൂടെ ആണ്. പിന്നെ ഈ കാണുന്ന ഡ്രസ്സിൽ കുറേയൊക്കെ ഇതുപോലെ ഞാൻ വെയിറ്റ് ലോസിന് മുൻപേ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സസ് ഉണ്ട്. അതൊക്കെ ഇപ്പം എനിക്ക് ഇടാൻ തുടങ്ങിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലൊന്നാണ് നമുക്ക് ഇടാൻ പറ്റാതെ മാറ്റി വെച്ചിരിക്കുന്ന പല ഡ്രസ്സുകളും. നമ്മൾ വണ്ണം കുറച്ചതിന് ശേഷം നമുക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, കോൺഫിഡൻസ്, നമ്മൾ എന്തോ കാര്യം അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ താഴത്തെ റൂമിലിരുന്ന കുറേ ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി മുകളിലത്തെ റൂമിൽ ബാക്കിയുണ്ട്. അപ്പോൾ താഴെ മടക്കി വെച്ചതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ കാണുന്നത് അമ്മയുടെ കബോർഡാണ്. അമ്മയുടെ കബോർഡിനകത്തിൽ കൊണ്ടുവന്ന് അമ്മയുടെ ഡ്രസ്സൊക്കെ വെച്ചു. ഇനി എൻ്റെ ഉണ്ട്. എൻ്റെ ഞാൻ മുകളിലോട്ട് പോകുമ്പോൾ ഇനി കൊണ്ടുപോകണം. അവിടെ കിടക്കുന്നതും എനിക്ക് മടക്കി വെക്കണം. അങ്ങനെ ഞാനിവിടെ കിച്ചണിൽ വന്ന് നോക്കിയപ്പം അമ്മ ഇവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. മത്തിയാണ്. അതുപോലെ മത്തിയുടെ തലയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തിയുടെ തല വറുത്തത്. പിന്നെ ഇപ്പുറത്ത് തീയൽ വയ്ക്കാനാണ് തോന്നുന്നു ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കുവാണ്. ഇങ്ങനെ എന്തെങ്കിലും വഴറ്റുന്നത് കാണുമ്പം ഇതുപോലെ ഇളക്കാൻ തോന്നുന്നത് എനിക്ക് മാത്രമാണ്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി. അമ്മ ഇവിടെ തീയൽ വയ്ക്കാൻ തന്നെയാണ് പോകുന്നത്. വെണ്ടയ്ക്ക തീയലാണ് വെക്കുന്നത്. വെണ്ടയ്ക്ക തീയൽ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം വെണ്ടയ്ക്ക തീയലാണ് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വെക്കുന്നത്. പിന്നെ മെയിനായിട്ടും നമ്മുടെ മത്തി ഫ്രൈ ആണ്. മത്തിയുടെ തലയും വറുത്തതുണ്ട്. അപ്പം വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പി അമ്മ എന്നോട് ഇങ്ങനെ കാര്യമായിട്ട് സൈഡിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മറ്റ് പൊടിയെല്ലാം ഇട്ട് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൽ ഉപ്പ് ആഡ് ചെയ്യണം. എനിക്കിപ്പോഴും ഒരു കറിക്ക് എത്രത്തോളം ഉപ്പിടണം, ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം എന്നെനിക്ക് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അമ്മ ഇതിനകത്തിൽ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ദിവസം പോകരുതാത്തൊരു കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നല്ലപോലെ വെള്ളം കുടിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിനും ഹെൽത്തി ബോഡിക്കും മൈൻഡിനും എല്ലാത്തിനും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക. ഞാനൊരു ഗ്ലാസ് നിറച്ച് വെള്ളം കുടിച്ചു. ഓൾവേസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. എപ്പോഴും വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ മറക്കരുത്. ഞാൻ എപ്പോഴും വെള്ളം കുടിക്കാൻ മറക്കും. ഞാൻ എൻ്റെ കയ്യിലെ നെയിൽ പോളിഷിൻ്റെ കുറച്ച് റെസിഡ്യൂസ് ഉണ്ട്. ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വെച്ച്. കാരണം കുറേ നാളായി ഞാൻ ഈ ഒരു നെയിൽ പോളിഷ് ഇട്ടിട്ട്.
അപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ബ്ലൂ കളർ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും അടിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അടുപ്പിച്ച് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ ഒരു ബ്ലൂ നെയിൽ പോളിഷ് മാച്ചിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരുന്നു ഇട്ടുതന്നെ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം എനിക്കിത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രീ ആയി ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് മെനക്കിട്ട് റിമൂവ് ചെയ്തേക്കാം. ഇപ്പം ഞാനിവിടെ വീടിൻ്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്. ഇത്രയും നേരം ചെറിയ മഴ പോലൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷെ ഇപ്പം മഴക്കോള് മാറി ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടി വരും. വേറെ ഒന്നുമല്ല, എനിക്ക് തലയിൽ സ്കാൽപ്പിൽ കുറച്ച് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണല്ലോ ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് ഗുരുമുറ്റം എന്ന് പറയുന്ന ഒരു എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കറക്റ്റ് ഹോസ്പിറ്റലിൻ്റെ പേര്, അവിടെ പോയി ഡോക്ടറെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത്രയും നാളും കീറ്റോക്കോണസോളിൻ്റെ ഷാമ്പൂവും അതുപോലെ ലോഷനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്താ തുറക്കാൻ പറ്റാത്തത്? ഇത് കളർ എസൻസിൻ്റെ ഒരു നെയിൽ റിമൂവറാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അവിടെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട് നല്ല കട്ടിക്കിരിക്കുമോ? ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോ കോട്ട് കഴിയുമ്പോഴും ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ വീക്ക് അതുപോലെ അതിൻ്റെ മുമ്പത്തെ വീക്കെല്ലാം ബാപ്റ്റിസം അതുപോലെ ഹോളി കമ്മ്യൂണിയൻ ഇവൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിലെ മിക്കതിൻ്റെയും ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ പിന്നെ ബേജ് കളർ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കളർ ഓക്കെ ആയിട്ട് പോകുമായിരുന്നു. സോ ഇവിടെ ഭയങ്കര ബേർഡ്സിൻ്റെ സൗണ്ട് ഉണ്ടല്ലേ. ഇവിടെ ഓപ്പോസിറ്റ് ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവിൽ തത്ത വരും, നമ്മുടെ നാടൻ തത്ത, ഇന്ത്യൻ റിംഗ് നെക്ക് പാരറ്റ്. തത്ത വരുന്നതിൻ്റെ മിക്കപ്പോഴും ഞാൻ തത്ത വരുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം നോക്കി തത്ത പറന്നു പോകും. പക്ഷേ എൻ്റെ ഈ പിക്സ് കിട്ടിയിട്ടുണ്ട്, ഞാൻ കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചില വീഡിയോസിൽ റാൻഡമായിട്ട് ഞാൻ എടുത്തപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിൽ മിക്കവാറും തത്തയെ കാണാൻ ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പപ്പ പുറത്ത് പോയിട്ട് വന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പപ്പ പതിവില്ലാത്ത കാര്യമൊക്കെ കണ്ട് ഇങ്ങനെ വലിയ കാര്യത്തിൽ മൈൻഡൊന്നും ചെയ്തില്ല. എന്നിട്ട് പപ്പ അങ്ങ് കയറിപ്പോയി. ഞാനൊന്ന് അകത്ത് പോയിട്ട് പിന്നെ പുറത്ത് വന്നപ്പോഴത്തേന് വെയിൽ ഭയങ്കരമായിട്ട് കൂടി, ഭയങ്കര ബ്രൈറ്റ്നെസ്, നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. വെയിലല്ല, വെട്ടം അടിക്കുന്നുണ്ട്. ഒക്കെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ വെയിൽ വരത്തില്ല, എന്നാലും നല്ല വെട്ടം വരും. വീടിനകത്തോട്ട് നല്ല വെട്ടമായിരിക്കും. ഞാൻ എന്നിട്ട് വീണ്ടും ഇരുന്ന് എൻ്റെ കയ്യിലെ നെയിൽ പോളിഷ് കുറച്ചും കൂടിയൊക്കെ റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ ആ നെയിൽസിൽ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നെയിൽസിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് നമ്മളൊരു കെമിക്കൽ സാധനമല്ലേ ആഡ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ഡാമേജ് ഉണ്ടാവാൻ കാരണമാകും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ നെയിൽ പോളിഷ് ഒന്നും റിമൂവർ വെച്ച് റിമൂവ് ചെയ്യാറില്ല. എൻ്റെ പണ്ട് മുതലുള്ളൊരു പരിപാടി, ഇന്ന് നെയിൽ പോളിഷ് ഇടുക, നാളെ ഇങ്ങനെ ചുമ്മാ ഇളക്കി ചിരണ്ടി കളയുക. അപ്പം എൻ്റെ നെയിൽ പോളിഷ് ഇന്നിട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ഇളക്കി കളയും. ഇന്ന് ഇനിയിപ്പോൾ ഒരു ഫേസ് പാക്ക് ഇട്ടാലോ എന്ന് വിചാരിക്കും. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസം കിട്ടിയപ്പം ഞാൻ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഓട്സിൻ്റെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കബോർഡിനകത്തു നിന്ന് ഒരു ചെറിയ ബൗൾ എടുത്തു. എന്നിട്ട് ഈ ഒരു ഓട്സിൻ്റെ പൗഡർ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊടിച്ച് വെച്ചത് ഒരു ചെറിയ ടിന്നിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് ഒരു 1 അല്ല 2 ടീസ്പൂണ് ഞാനെടുത്ത് നമ്മുടെ ബൗളിലിട്ടു. എന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രിഡ്ജ് നോക്കി. ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലെ മിററല്ല ഫ്രിഡ്ജിൻ്റെ ഡോറാണ് നോക്കി. എന്തൊക്കെയോ കോപ്രായം കാണിച്ചു. എനിക്ക് തന്നെ കണ്ടിട്ട് ക്രിഞ്ചടിച്ചു, ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് നിന്ന് കുറച്ച് തൈര് എടുക്കണം. ഞാനൊരു ചെറിയ പാത്രത്തിനകത്തിൽ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് കേർഡ് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്തു. അതിലേക്ക് നമ്മുടെ ഈ ഒരു ഓട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി എനിക്ക് വേണ്ടത് കുറച്ച് ഹണിയാണ്. ഹണി ഒന്നുകിൽ ഈ കബോർഡിൽ കാണും എന്ന് കരുതി വലിയ കാര്യത്തെ തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പുറത്തെ കബോർഡിൽ കാണും. അങ്ങനെ അത് തുറന്ന് നോക്കിയപ്പം അവിടെ ഇരിക്കുന്നു, നല്ല മിടുക്കനായിട്ട്. അങ്ങനെ ഹണി എടുത്തു.
അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇവിടെ വീട്ടിൽ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയില്ലേ, നോർമൽ ടർമറിക് പൗഡർ, അതന്നാണ്. അതും എടുത്ത് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. താഴത്തെ റൂമിലെല്ലാം ഓൾമോസ്റ്റ് ഞാൻ അടുക്കി വെച്ചു. ഇതിപ്പോൾ എൻ്റെ പിങ്ക് റൂമാണ്. അപ്പം ഈ റൂമിലിരുന്നാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തത്. അപ്പം ഇനി ഈ ബെഡിൽ നിറച്ച് ഡ്രസ്സ് കിടക്കും. ഇനി ഇതെല്ലാം ഇനി എടുത്ത് മടക്കി വയ്ക്കണം. ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു വൈറ്റ് കളറിലെ ഗൗണാണ്. ഇത് ശരിക്കും എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, കാരണം ഇതെനിക്ക് ഇച്ചിരി വലുതാണ്. ഈ ഒരു ഡ്രസ്സ് കണ്ടില്ലേ, ഇതെനിക്ക് ചർച്ചിൽ പോകുമ്പോഴും അതുപോലെ ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഇവൻറ്റ്സിനൊക്കെ ഈ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റും അല്ലേ. ഇഷ്ടപ്പെട്ടോ? അപ്പം ഇനി ഈ ഒരു ബെഡൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ നോർമലി രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു 6:30 ആ ഒരു ടൈമിലൊക്കെ എഴുന്നേൽക്കത്തുള്ളൂ. ഇനി എക്സാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കും. ഇപ്പം ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല ബിസി ആയിരുന്നു. അപ്പം ഞാൻ ഇന്നലെ നല്ലപോലെ ഉറങ്ങാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റത്. പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. എനിക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഗൈസ്. അപ്പം മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല, പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്യും മെഡിറ്റേഷൻ. അതുപോലെ ഞാൻ അഫർമേഷൻസ് ഒക്കെ എഴുതാറുണ്ട്, അഫർമേഷൻസ് ഒക്കെ അഫേം ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഇനി ഇതും കൂടെ ഒക്കെ ഒന്ന് അടുക്കി വെക്കാനുണ്ട്. എപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, ഞാൻ പറഞ്ഞില്ല ഞാനൊരു സ്റ്റോറിയുടെ പണിപ്പുരയിൽ കൂടിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറി ചെയ്യാനൊന്ന് കുറച്ചെങ്കിലും ഒരു ടൈം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റാണ് ഈ ഒരു ജൂലൈയിലോടുകൂടി ആ സ്റ്റോറി കംപ്ലീറ്റ് ആക്കണം. ഞാൻ ശരിക്കും അത് ജൂണിൽ കംപ്ലീറ്റ് ആക്കാനിരുന്നായിരുന്നു, പക്ഷേ എനിക്ക് നടന്നില്ല. കാരണം ജൂണിൽ എനിക്ക് ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. മിക്ക ദിവസം ആഴ്ചയിൽ 4 ദിവസം വെച്ച് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഫ്രീ ടൈം കിട്ടിയില്ല. കിട്ടുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറി എഴുതാനൊരു മൂഡില്ല. സ്റ്റോറി എഴുതാന്നൊക്കെ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലപോലെ പീസ് ഓഫ് മൈൻഡ് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് ചിന്തിക്കണം, പിന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വേണം. നമ്മൾ എത്ര ഫ്രീ ആണെന്ന് പറഞ്ഞാലും അതിനൊരു മൂഡ് വേണം. അതുകൊണ്ട് കഴിഞ്ഞ മാസം എനിക്ക് പറ്റിയില്ല. അപ്പം ഈ മാസം അത് ഞാൻ തീർത്തിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് മടക്കി വയ്ക്കട്ടെ. അപ്പം ഇവിടെ കുറച്ച് ഡ്രസ്സും കൂടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതും എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെയാണ്. അപ്പം ചേച്ചിയുടെ കുറച്ച് ഡ്രസ്സ് എനിക്കിവിടെ തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ഡ്രസ്സ്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി അല്ല, മാർച്ച് 8-ന് കണ്ടോ ഈ ഡ്രസ്സ് കണ്ടോ, കൊള്ളാം. ഇതിവിടെ ഇങ്ങനെ ടൈ ചെയ്ത് വയ്ക്കും, ഇവിടെ ഇങ്ങനെ കെട്ടാൻ സാധനമുണ്ട്, വള്ളിയുണ്ട്. കഴിഞ്ഞ മാർച്ച് 8-ന് വിമൻസ് ഡേക്ക് ഇവിടെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് റൺ ചെയ്യുന്ന ഞങ്ങളുടെ പള്ളിയിലെ സ്കൂളാണ്. അത് ICC സ്കൂളാണ്. അവിടെ ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുക്കാൻ പോയായിരുന്നു, ലേഡി ടീച്ചേഴ്സിന്. വിമൻ ഫാക്കൽറ്റിക്ക് വേണ്ടി വിമൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദ റൈസ് ഓഫ് വുമൻ ഈസ് നോട്ട് അബൌട്ട് ദ ഫോൾ ഓഫ് മെൻ. ഇതായിരുന്നു ക്ലാസ്സിൻ്റെ ഒരു തീം. അതായത് സ്ത്രീകളെ വളർത്തുക എന്ന് പറയുന്നതിലൂടെ പുരുഷന്മാരെ താഴ്ത്തുക എന്നതിന് യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു പലർക്കെങ്കിലും. സ്ത്രീകളെ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം പുരുഷന്മാരുടെ ഡിഗ്നിറ്റി ഇല്ലാതാക്കുക, അവർക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ബാഡ് ക്യാമ്പയിൻസ് ഒക്കെ പലരുടെ അടുത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതായിരുന്നു ഞാൻ എടുത്ത ടോപ്പിക്ക്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വളരട്ടെ, ഇക്വാലിറ്റി എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് വേണം, അതായിരുന്നു എടുത്തത്. അപ്പം ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ അന്ന് ഇട്ടത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ലേറ്റ് ആവാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ മടക്കി വെക്കട്ടെ. ഞാൻ ഫേസ് പാക്കിനുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴോർത്തെ അയ്യോ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഡേ ടൈമിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോറി റൈറ്റിംഗ്. സ്റ്റോറി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കഥ എഴുതാൻ പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റിംഗ് മിക്ക ദിവസവും ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ചെയ്യും. അപ്പോൾ എന്നാൽ പിന്നെ ഫേസ് പാക്ക് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, ഇപ്പം ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റോറി എഴുതാൻ
എഴുതല്ല, ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യാൻ പോയി. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ പാട്ട്, ഡാൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളോട് കൂടി തന്നെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കഥ, കവിത, രചനകൾ. അപ്പോൾ ചെറുപ്പത്തിലേ എനിക്ക് തോന്നുന്ന ഐഡിയാസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയായിരുന്നു. പിന്നെ ഞാൻ ജേർണൽസ് എഴുതുമായിരുന്നു, ഡയറി എഴുതുമായിരുന്നു. പിന്നെ ഞാൻ ഒരു സമയത്ത് ഡയറി എഴുതുന്നത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് കറക്റ്റായിട്ടൊരു ഡയറി എഴുതാനൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഓൺ കൈൻഡ് ഓഫ് രീതിയിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ നിർത്തി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ ജേർണൽസ് എഴുതാൻ തുടങ്ങി. അതായത് ഗ്രാറ്റിറ്റ്യൂഡാണ് മെയിനായിട്ട് എഴുതുന്നത്. അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പറയാം എന്താ എഴുതുന്നതെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് തോന്നിക്കൊണ്ടിരുന്ന ഒരു ഐഡിയ ആണ് ഇപ്പം ഞാൻ എഴുതുന്നത്. അതായത് കേരളത്തിലെ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഞാനൊരു സ്റ്റോറി ആക്കി എഴുതിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. ഇത് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 weeks ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഈ ഒരു വർഷം തന്നെ ഇത് പബ്ലിഷ് ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ സ്റ്റോറി റൈറ്റിങ്ങും കഴിഞ്ഞു. ഞാനിനി എൻ്റെ വാഷ്റൂമിലേക്ക് കയറി. ഇനിയിപ്പോൾ എൻ്റെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഫേസ് പാക്ക് ഇടാം. ഞാൻ നോർമലി ഫേസ് പാക്സ് അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, നല്ല ചെയ്യാറുണ്ട്. ഈ പറഞ്ഞതുപോലെ എനിക്ക് മിക്ക ദിവസവും, ആഴ്ചയിൽ മിക്ക ദിവസവും എനിക്ക് ഇവൻറ്റ്സ് കാണും. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മന്ത്ലി വൺസ് ഒക്കെയാണ് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യും. പക്ഷെ സമയം കിട്ടുമ്പോൾ എനിക്ക് മടിയായിരിക്കും. അങ്ങനെ ഞാൻ ഫേസ് പാക്സ് ഒന്നും അപ്ലൈ ചെയ്യാതെ നോർമലി കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ എന്ത് ഫേസ് പാക്കാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓട്സിൻ്റെ ഫേസ് പാക്ക് ചെയ്യാം. ഓട്സിൻ്റെ ഓർക്കാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മ ഇന്ന് ഓട്സ് കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇഡലി കഴിച്ചു, അമ്മ ഓട്സിൻ്റെ പുട്ട് കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് പൊടിച്ചതല്ലേ, അതിൻ്റെ കുറച്ച് ചെറിയ മൈന്യൂട്ട് പൗഡർ പോലെ കാണത്തില്ലേ, അത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം ഞാൻ ആ ഫേസ് പാക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. പിന്നെ എൻ്റെ ഡിമ്പിൾ കണ്ടോ, നടക്കൊരു ഈ സൈഡിൽ എനിക്ക് അത്ര കാര്യമായിട്ടില്ല. ഈ സൈഡിൽ ചെറുതായിട്ടേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ചിരിച്ചാൽ മാത്രമേ ഈ സൈഡിൽ അറിയത്തുള്ളൂ. പക്ഷേ ഈ സൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വർത്താനം പറയുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഈ സൈഡ് ശരിക്കും ചിരിച്ചാലേ അറിയത്തുള്ളൂ. പിന്നെ എനിക്ക് ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു. ഈ കമ്മലിന് താഴോട്ടുള്ള ഹാങ്ങിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതുണ്ട്. അത് ഞാൻ +1 പഠിച്ചപ്പോഴത്തെ കമ്മലാണിത്. അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള സാധനം ഞാൻ ഊരി കബോർഡിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ഇടത്തില്ല. ഇൻ കേസ് വല്ല ട്രഡീഷണൽ വേറെ വല്ല ഇടുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഇടും. എനിക്ക് ഇങ്ങനെ കുഞ്ഞ് സിമ്പിൾ സ്റ്റഡ്സാണ് ഇഷ്ടം. ഇത് കണ്ടില്ലേ, കുഞ്ഞൊരു ഗോൾഡിൻ്റെ സ്റ്റഡ്, നല്ല ഭംഗിയല്ലേ. എനിക്ക് ഇങ്ങനത്തെ സാധനമാണ് ഇഷ്ടം. മറ്റേ സാധനം ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കബോർഡിൽ എവിടെയോ ആ സാധനം ഇരിപ്പുണ്ട്. ഇതിലാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതിലല്ല, പക്ഷെ ഇതിലൊന്നുമല്ല. ചിലപ്പോൾ മിക്കവാറും ഇതിലായിരിക്കും. യെസ്, ഈ കിടക്കുന്നതാണ് ആ ഞാലി. എൻ്റെ വാഷ്റൂമാണ് കേട്ടോ ഇത്. എൻ്റെ ഈ വാഷ്റൂമിൻ്റെ ടൈല് കണ്ടില്ലേ, ഈ ഒരു കോമ്പിനേഷൻ ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇവിടുത്തെ മുകളിലത്തെ 2 ഫ്ലോറിലെയും വാഷ്റൂമിൻ്റെ ടൈല് ഈ സെയിമാണ്. താഴത്തെ ഒരു ബ്ലാക്കും വൈറ്റും ഒരു ഗോൾഡൻ കളറും കൂടെ ഉള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഹോം മെയ്ഡായിട്ടുള്ള പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്, എനിക്ക് ഒന്നാമത് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. നേരത്തെ അപ്ലൈ ചെയ്യാൻ ഞാനൊരു 8th 9th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ് പാക്കൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ടൈമിൽ ഞാൻ ഫേസ് പാക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര മടിയായി. ഞാൻ പിന്നെ മറ്റേ ഗുഡ് വൈബ്സ് തന്നെയാണോ എൻ്റെ പേര്, പ്ലമ്മിൻ്റെ പിന്നെ ഉണ്ടല്ലോ മാമായത്തിൻ്റെ, അതിൻ്റെയൊക്കെ വാങ്ങിക്കും. വാങ്ങിച്ചാലും എനിക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പം എനിവേസ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇതിൽ ടർമറിക് പൗഡർ ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഓട്സിൻ്റെ പൗഡർ, പിന്നെ ഹണി, ഇത്രയും സാധനങ്ങളും കൂടെ ഉള്ളൊരു ഫേസ് പാക്ക്. ഐ എം ഗോണ അപ്ലൈ ഇറ്റ് ഓൺ മൈ ഫേസ് ആൻഡ് നെക്ക്.
അല്ലേ? ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓൺസിൻ്റെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തത്. ടൂട്ടിപ്പേന്ന് കുറച്ച് വീണു, കുഴപ്പമില്ല. ഇതിനു മുന്നേ ഞാൻ ഓട്സിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ, എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ വേറെ ടർമറിക് പൗഡർ, ഹണി ഒക്കെ വെച്ചിട്ടുള്ള വേറെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുവാണല്ലോ. അപ്പോൾ പിന്നെ ഞാനിന്ന് ഫ്രീ ആണ്, എന്നാൽ പിന്നെ ഒരു ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഞാനിതിൽ പ്രോ ഒന്നും അല്ല, പ്രോ എന്നേ പറയാൻ പറ്റത്തില്ല, അതിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. ഓക്കെ, ഞാനൊരു പാട്ട് പാടട്ടെ, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനങ്ങനെ സിംഗർ അല്ല കേട്ടോ. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ക്ലാസ് എടുക്കാൻ വേണ്ടി, സെമിനാർ എടുക്കാൻ വേണ്ടി തിരുവല്ലയിലുള്ള സ്റ്റെല്ല മേരി സ്കൂളിൽ പോയി. അതിന് മുന്നേ ഞാൻ കുറേ സ്കൂളിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 30+ സ്കൂൾസിൽ ഞാൻ ക്ലാസ്, സെമിനാറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റെല്ല മേരീസിലെ കുട്ടികൾ ഭയങ്കര വൈബാണ്. അവർ ഭയങ്കര അടിപൊളി സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസാണ്. ഇവരെന്നെ കൊണ്ട് പാട്ട് പഠിച്ചു. അപ്പം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. എൻ്റെ മൈൻഡിൽ എന്താ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സെമിനാർ വേണം കൊണ്ടുപോകാൻ. എന്നിട്ട് ഞാൻ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ പാട്ടൊക്കെ പാടി. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അടിപൊളിയായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു. ഞാൻ വിചാരിച്ച എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കും കൊള്ളാമല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ പാടും എന്ന് വിചാരിച്ചു. സ്വയം തള്ളിയതല്ല. ഞാൻ പാടിയത് മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമയിലെ ചതുരംഗം, അതിനകത്തുള്ളൊരു പാട്ടുണ്ടല്ലോ, ചോന്നവറ്റമുളകര ചാറ്റമിങ്കരെ എടുത്ത് ചാറ് തൊട്ടു നാവി വെച്ച് കള്ളു പോന്തവേ കള്ളു ഷാപ്പി പിന്നിലിട്ട് കല്ലിലമ്മി കല്ലുരുട്ടി കമ്മിയല്ല കമ്മി തന്നെ പെണ്ണിതേടാ. ആ പാട്ടില്ലേ, അതായിരുന്നു. എനിക്കിങ്ങനെ ഫാസ്റ്റ് നമ്പർ സോങ്സ് ഒക്കെ പാടാൻ ഭയങ്കര ഇഷ്ടം, അത് പഠിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ ഒരു പാട്ട് പാടിയപ്പോൾ പിള്ളേരൊക്കെ കിടന്ന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടിയത്. പിന്നെ വേറൊരു സ്കൂളിൽ പോയപ്പം ഞാനൊരു ഫാസ്റ്റ് നമ്പർ സോങ് പാടി. പിന്നെ അവരോടൊരു മെലഡി സോങ് പാടാമെന്ന് ചോദിച്ചു. ഞാനൊരു സിംഗർ അല്ല എന്ന് പറഞ്ഞ് എത്ര പറഞ്ഞിട്ടും പിള്ളേർ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ മറ്റേ നല്ല പാട്ട് പാടി. അതിൻ്റെ ഫസ്റ്റ് എനിക്കറിയത്തില്ല. നീറി നീറി നെഞ്ചകം പാടും രാഗം താളം പല്ലവി സാധകം മറന്നതിൻ തേടും മോകം നീലാംബരി വീണയിൽ ഇഴപഴകിയ വേളയിൽ ഓമനേ അതിശയ സ്വരബിന്ദുവാൻ എന്നെ മീട്ടാൻ താനേറ്റു പാടാൻ ഓ ശ്രുതിയിടുമൊരു പെൺമനം. എങ്ങനെയൊന്നുമല്ല, പാട്ടുകാരും എന്നെ കൊല്ലരുത്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പാടിയതാണ്. ഇതൊക്കെ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ ഒരു സ്കൂളിൽ വെച്ച് എന്നെക്കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു. ഡാൻസ് എനിക്ക് പിന്നെ കുഴപ്പമില്ല, പാട്ടാണ് എനിക്ക് ഒട്ടും പറ്റാത്തത്. പാട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം ഞാനങ്ങനെ പാട്ടങ്ങനെ പൊതുവേ പാടാറില്ല. പക്ഷെ മിക്ക സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർ ഡാൻസ് ചെയ്യാൻ പറയുന്നു. ഡാൻസ് ചെയ്യും പിള്ളേർ സ്കൂളിലും കോളേജിലും ഒക്കെ ഡാൻസ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫേസിൽ ഈ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഫേസിലും നെക്കിലുമാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇനി ഇതൊരു എത്ര സമയമാണ്, 10 minutes or 15 minutes വെയിറ്റ് ചെയ്യാം. മാക്സിമം 20 minutes. അതിനുള്ളിൽ ഇത് ഉണങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. അങ്ങനെ എൻ്റെ ഫേസ് പാക്കൊക്കെ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനിനി ഇതിപ്പം വാഷ് ചെയ്തിട്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഈ ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിൽ മാത്രമല്ല, എൻ്റെ നെക്കിലും പിന്നെ 2 കൈയിലും ഒക്കെ ഞാൻ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി എനിക്ക് കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം. ആൻഡ് ഫൈനലി ഞാൻ കുളിച്ചു, ഫേസ് പാക്കെല്ലാം കളഞ്ഞു.
ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരെ പോവാണ്. ഹോസ്പിറ്റലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആയുർവേദ ക്ലിനിക്കുണ്ട് ഇവിടെ അടുത്ത്, ഗുരുമുറ്റം അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ എൻ്റെ തലയിൽ കുറച്ച് നാളായിട്ട് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കീറ്റോകോണസോളിൻ്റെ ഷാമ്പൂ, ബോഡി ലോഷനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം ഇത്രയും നാൾ ഇതൊക്കെ യൂസ് ചെയ്തല്ലേ, ഇനിയിപ്പം എന്താ ആയുർവേദം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആയുർവേദം ഓൾറെഡി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എന്നാലും ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോവാണ്. അപ്പോൾ രാവിലെ മുതൽ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് നല്ല വെയിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുവാണ്. ഈ ഒരു ബ്ലൂ ട്രൗസറാണ്, ഇത് ജീൻസൊന്നുമല്ല, നോർമൽ ട്രൗസറാണ്. പിന്നൊരു ടോപ്പ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇനി പോയിട്ട് വരാം. നമ്മൾ പോകുന്നത് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. അപ്പം 2 വീലറിൽ ഞാനും അമ്മയും കൂടാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്ത്, കുഴപ്പമില്ല. അപ്പം ഈ ഒരു ടൈമിൽ പോയാലും മതി. അവിടെ സാധാരണ നല്ല തിരക്കാണെന്നാണ് പപ്പയമ്മയും പറയുന്നത്. പിന്നെ ഈ ഒരു ടൈം ആയത് കാരണം വലിയ തിരക്ക് കാണത്തില്ല. മാവേലിക്കരയിൽ ഗുരുമുറ്റം എന്ന് പറയുന്ന ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നത് എനിക്ക് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വീടിന് തൊട്ടടുത്താണ്. മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. മാവേലിക്കരയിൽ തഴക്കരയിൽ ഒരു ഹനുമാൻ ടെമ്പിളുണ്ട്, അതിനടുത്തായിട്ടാണ് നമ്മൾ പോകുന്ന സ്ഥലം. ഇവിടെ സാധാരണ രാവിലെ മുതൽ ഉച്ച വരെ ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മൾ തിരക്ക് കുറവുള്ള സമയം നോക്കിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പേഷ്യൻസ് ഒക്കെ പോയി. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഡോക്ടറെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു. നമ്മൾ ഇവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു. ഞാനും അമ്മയും തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം കയറുന്ന ബേക്കറി കയറി പഫ്സും പിന്നെ സ്വീറ്റ് നാനും പിന്നെ ഈ വെട്ട് കേക്ക് ഉണ്ടല്ലോ അതും വാങ്ങിച്ചു. വെട്ട് കേക്ക് ഞാൻ കഴിക്കത്തില്ല, അത് പപ്പയും അമ്മയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പഫ്സ് സ്ഥിരം വാങ്ങിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഇതുപോലെ അകത്ത് പോവാതെ പുറത്തിങ്ങനെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളായിട്ടൊരു ശീലമായിരുന്നു. പക്ഷെ പിന്നീട് തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ചെന്നപ്പം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവർ രണ്ടുപേരും പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് തിരക്കുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്. എന്നിട്ട് ഒട്ടും താമസിയാതെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ കഴിക്കാൻ പോവുകയാണ്. പഫ്സും സ്വീറ്റ് നാനും ആണ് ഞാൻ കഴിക്കുന്നത്. മറ്റേ സാധനങ്ങൾ പിന്നെ പരിപ്പുവട ഉണ്ടായിരുന്നു, അത് ഞാൻ പപ്പയ്ക്കും അമ്മയ്ക്കും വെച്ചു, ഞാനതെടുത്തില്ല. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ഇനി നെക്സ്റ്റ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ട്യൂഷനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ട്യൂഷനാണ്. നെക്സ്റ്റ് ഒരു 5 o'clock ആകുമ്പോഴത്തേക്കിനും ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ 2 ട്യൂഷൻ സ്റ്റുഡൻസിനെ ഞാൻ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന രണ്ടുപേരും ഹായ് പറഞ്ഞേ. ഓക്കെ, രണ്ടുപേരെ പേര് നമുക്ക് പറയാം. ഫസ്റ്റ് ഇതാണ് വാണി. വാണിയുടെ ശരിക്കുള്ള പേര് എന്താ? ദക്ഷ. ഇതാണ് കിലു. കിലു ഒരു ഹായ് പറഞ്ഞേ. പറഞ്ഞാണോ മുമ്പേ? ഓക്കെ, കിലുവിൻ്റെ ശരിക്കുള്ള പേരെന്താ? ശ്രീവിനായക് ഡി. ഓക്കെ, വാണി എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്സോ? മാത്സിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്പേഴ്സോ? നമ്പേഴ്സ് നമ്മൾ നോക്കിയേ എന്ന് കാണിച്ച്. 3, 4, 9. അതിലെ സ്മോളസ്റ്റ് നമ്പർ ഏതാ? 3. വെരി ഗുഡ്, മിടുക്കി. അല്ല ലാർജസ്റ്റ് നമ്പറോ? 7. നോ, അതിലെ നോക്കിയേ. 9. വെരി ഗുഡ്. കിലു ഒന്ന് കൈയടിച്ച്. ഓക്കെ, ഇനി കിലു എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്സോ? ഇപ്പം എന്താ ലാസ്റ്റ് വായിച്ചേ? സ്ട്രെയിറ്റ് ലൈൻ. സ്പെല്ലിംഗ് അറിയാവോ? ഒന്ന് പറഞ്ഞേ. സ്ട്രെയിറ്റ് ലൈൻ. യെസ്, വെരി ഗുഡ്. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ രണ്ടുപേരോട് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. രണ്ടുപേരും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി പഠിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഇത് രണ്ടുപേരും ഇപ്പോൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ 2 ട്യൂഷൻ സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൽ ഒരാൾ ഭയങ്കര പാട്ടുകാരനാണ് കേട്ടോ.
അപ്പോൾ കിലു ആണ് ഇവിടുത്തെ ഭയങ്കര സിംഗറാണ്. അപ്പോൾ കിലു ഒരു പാട്ടൊക്കെ പാടാൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കിലുവിൻ്റെ പാട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. പൊന്മകനെ മുത്തായവൻ എന്നും സൂര്യകനും ചന്ദ്രികനും ഒന്നായവൻ കാലം കാത്തു വച്ച രക്ഷകൻ സുമകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ എണ്ണം വന്ന് കുമ്പിട്ട് നിന്ന് ഇരുട്ടിൽ ചുറ്റി പാടും രാജ എന്നാലും ഇവനെ കൊടുവാല ഇരുത്തിനും കരുത്ത് ഇവനെ പടത്തി വച്ച പിരി പണ്ടർ വേൾഡ് ഇല്ലും മിനാക്കി അണ്ണൻ കരുനാടൻ കുടമുല്ല പിനാക്കി പെനാക്കൊന്ത് വിദ്യാരംഭം കുത്തുകാരിച്ച് തോക്കിൻ കാഞ്ചീവനും ശീലം മാറാ കല്യാൺ നെഞ്ചിൽ കുത്തിവ ചോരങ്കക്കളി തീരാ തമാജി നന്മീസ ചോരാട്ടക്കൂടി ഇവയാണെന്തോർക്കും പുണ്ടോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് സോഡ സർവത്ത് ഇവനെ കൊരുനാടത്തേക്ക് വച്ച കരുത്ത് ഇവനെ പടത്തി വച്ച പിരി 10 ഇല്ലും മീനാക്കി അണ്ണൻ കരുനാടൻ കുടമുള്ള പിനാക്കി ഇല്ലും മീനാക്കി അണ്ണൻ കരുനാടൻ കുടമുള്ള പിനാക്കി ആരോടും തോൽക്കാ വീരൻ മോനെ സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു വാണി? അടിപൊളി. നീ വാണി പാട്ട് പാടുവോ? ശങ്കര മഹാദേവ ഒന്ന് പാടിയേ. ശങ്കര മഹാദേവ ചന്ദ്രയൂഢ കലാഹാര ശങ്കര മഹാദേവ ചന്ദ്രയൂഢ കലാഹാര പിന്നീല കണ്ട പാർവതീശ. മറന്നുപോയോ? അടിപൊളി, സൂപ്പർ. കൈയടിച്ചെങ്കിലും വാണിയും കൂടെ കൈയടിച്ചു, രണ്ടുപേരും കൂടെ കൈയടിച്ചു. അടിപൊളി. അപ്പോൾ ഇനി രണ്ടുപേരും പോയത് പഠിച്ചേ കഴിഞ്ഞു. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. പിന്നെ രണ്ടുപേരും ഇരുന്ന് പഠിക്കുകയാണ് ഗൈസ്. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു. നോർമലി ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5 o'clock തുടങ്ങിയിട്ട് 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കിന് കഴിയും. കൊച്ചുകുട്ടികളല്ലേ. പിന്നെ വീക്കെൻഡ്സിൽ വരെ വരുന്നത് 3 o'clock അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞു. ഇനിയിപ്പം പക്ഷെ പുറത്ത് നല്ല വെട്ടമുണ്ട് കേട്ടോ. ഇവിടെ നല്ല വെട്ടം കാണും. ഒത്തിരി ലേറ്റായിട്ടേ ഇരുട്ടാവത്തുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യണം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് വീടിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഒരു ദിവസം ഡെഫിനറ്റ്ലി ചെയ്തിരിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് വീടിൻ്റെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ കാണുന്നതാണ് എൻ്റെ സ്വന്തം സ്വീറ്റ് ഹോം. ഈ വീട് ഫുള്ള് വൈറ്റ് ചെയ്യണം എന്നായിരുന്നു. ഓൾമോസ്റ്റ് 90% വൈറ്റാണ് വന്നിരിക്കുന്നത്, 95%. പിന്നെ ഇടയ്ക്ക് കുറച്ച് വേറെ കളർ ഷെയ്ഡ്സും കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ മതിലിൻ്റെ വാളിലും കുറച്ച് വേറൊരു കളറിൻ്റെ കോംബോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈന് ഫുള്ള് വൈറ്റ് വരുന്നതിലും നല്ലത് ഇടയ്ക്ക് കുറച്ച് ഇതുപോലെ ഒരു വേറെ ഷെയ്ഡ്സ് വരുന്നതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതാ കാണുന്ന മെയിൻ റോഡാണ്. ഈ കാണുന്നത് നമ്മുടെ വഴിയാണ്. റോഡിലേക്കുള്ള നമ്മുടെ സ്വന്തം വഴിയാണ്. അതുപോലെ തന്നെ ഇതാ ആ കാണുന്ന വിൻഡോ കണ്ടില്ലേ, അത് എൻ്റെ ബെഡ്റൂമിലെ വിൻഡോ ആണ് കേട്ടോ. എൻ്റെ പിങ്ക് റൂമാണ് ആ കാണുന്നത്. കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങി നിന്നാൽ എൻ്റെ റൂമിലെ മൂണും സ്റ്റാറും ഒക്കെ റോഡിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഈ വഴി ഇങ്ങോട്ട് കിടക്കുന്നത് എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതുവഴി ഇപ്പം മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയത് കാരണം ചെടിക്കൊന്നും ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം അങ്ങനെ ആരും ചെയ്യാറില്ല, നല്ല മഴ കിട്ടുന്നുണ്ട്. ഇനി എനിക്ക് വൈകുന്നേരം നടക്കാൻ പോകണം. റോഡിൽ കൂടെ കുറച്ച് നേരം നടക്കും. പപ്പയും അമ്മയും കുറച്ച് കഴിയുമ്പം നടക്കാൻ ഇറങ്ങും. അതിനു മുന്നേ ഞാൻ വീട്ടുപേര് പറയാം. എൻ്റെ വീട്ടുപേര് പ്ലാമുട്ടിൽ ഹൗസ് എന്നാണ്. പ്ലാമുട്ടിൽ. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നെയിം പ്ലേറ്റിൻ്റെ ഡിസൈനും കൂടെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പ്ലാമുട്ടിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്.
ഈ ഒരു വുഡിൻ്റെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നെയിം പ്ലേറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ ജസ്റ്റ് നമ്മുടെ വഴിയിലൂടെ മെയിൻ റോഡിലേക്ക് ഒന്ന് നടന്നു പോയി കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ്. ഇത് ശരിക്കും പെരിങ്ങലപ്പുറം ഗ്രാമം റോഡാണ്, എണ്ണക്കാട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഞാൻ ഇവിടെ നിന്ന് നേരത്തെ കുറേ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പെരിങ്ങലപ്പുറം ടെമ്പിളിൽ ഇവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് ഇതിലേക്കൂടെ ഉത്സവത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, തേരും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു ആശ്രമമുണ്ട്, ശുഭാനന്ദ ആശ്രമമുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതോ ഒരു ആശ്രമമുണ്ട്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ നിന്നും ഒരു പ്രൊസഷൻ ഇതുവഴി പോയപ്പം ഞാൻ അന്നത്തെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സമ്മറിൽ ആദ്യമായിട്ട് മഴ പെയ്ത ദിവസമായിരുന്നു അത്. അപ്പോൾ ആ ആൾക്കാരെല്ലാം മഴ നനഞ്ഞുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഇപ്പം ചെറുതായിട്ടൊന്ന് ഇരുട്ടിയിട്ടുണ്ട്, എന്നാലും നല്ല വെട്ടമുണ്ട്. ഇവിടെ ഒരു 7 o'clock ഒക്കെ കഴിയുമ്പോഴാണ് നല്ലപോലെ ഇരുട്ടാവുന്നത്. അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടേത്. ഇനിയിപ്പം എനിക്ക് അകത്ത് ചെന്നിട്ട് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യണം. പപ്പയും അമ്മയും അപ്പുറത്ത് വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്കിനി ഈവനിങ് ടൈമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അകത്ത് ചെയ്യാനുണ്ട്. ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യണം. ഞാൻ നമ്മുടെ ചെറിയ ഗേറ്റ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അകത്തേക്ക് വരുവാണ്. അപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട് അകത്ത്. എന്നാലും നമ്മുടെ ഹാളിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് വെട്ടം കിട്ടും. കാരണം നമ്മുടെ ഈ വാളിലെ മെയിൻ വിൻഡോ ഉണ്ടല്ലോ, അവിടെ ട്രാൻസ്പാരൻ്റ് ആണ്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ അവിടുത്തെ ബ്ലൈൻഡ്സ് ഇടത്തുള്ളൂ. അപ്പം അത് കാരണം റൂമിൽ ഇരുട്ടാണെങ്കിലും അത്യാവശ്യം നല്ല വെട്ടമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിനി നമ്മുടെ പ്രെയർ സെഷനിലെ ലൈറ്റ്സ് ഓൺ ചെയ്യണം. ഇത് രാവിലെയും രാത്രിയിലും നമ്മൾ കുറച്ച് നേരം ഓൺ ചെയ്യും. പ്രാർത്ഥിക്കാൻ നേരം നമ്മുടെ ചെറിയ ക്യാൻഡിൽസ് ഉണ്ടല്ലോ, അത് കത്തിച്ച് വെക്കും. അത് രാവിലെയും രാത്രിയിലും കത്തിക്കും. പിന്നെ ഇനി ഒന്ന് ചെറുതായിട്ട് നടക്കാൻ പോകണം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ. ഇനി ഒന്ന് കുറച്ച് നേരം നടക്കണം. ഞാൻ മുമ്പേ നടന്നില്ലായിരുന്നല്ലോ. ഈ ടൈമിൽ ഇവിടെയൊക്കെ ഒരുപാട് പേര് നടക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഈവനിങ് വാക്സ് ആണ്. മോർണിംഗ് വാക്കും എനിക്കിഷ്ടമാണ്, നല്ലതാണല്ലേ. ആ സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടു പോകുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഞാൻ കൂടുതൽ അങ്ങനെയുള്ള മോർണിംഗ് വാക്സ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വളരെ കുറച്ചേ മോർണിംഗ് വാക്സ് പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഈവനിങ് ടൈമിൽ ആൾക്കാർ നടക്കാനും ഓടാനും ഒക്കെ പോകുന്നതാണ്. ഞാൻ പൊതുവേ മോർണിംഗിൽ അങ്ങനെ പോകാറില്ല. മോർണിംഗ് ടൈമിൽ ഞാൻ മോസ്റ്റ്ലി വീട്ടിൽ തന്നെ നമ്മുടെ ബാൽക്കണിയിലോ ടെറസിൻ്റെ മുകളിലോ ഒക്കെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അതും എല്ലാ ദിവസവും ഞാൻ റെഗുലറായിട്ടൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴും നല്ല മോസ്റ്റ്ലി ഞാൻ ചെയ്യും, പക്ഷെ ചിലപ്പോഴൊക്കെ തിരക്ക് കാരണം വിട്ടുപോകും. പക്ഷെ നമ്മുടെ ലൈറ്റ്സൊക്കെ ചുമ്മാ ഞാൻ ഓൺ ചെയ്ത് വെച്ചതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു ടൈമിൽ നോർമലി ഇങ്ങനെ നടക്കാൻ ഇറങ്ങാറുണ്ട്. ഞാൻ നടക്കും. ഞാൻ ഇതിലെ കൂടെ ആയിരിക്കും നടക്കുന്നത്. പപ്പയും അമ്മയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. ചിലപ്പോൾ ആ മെയിൻ റോഡിൽ കൂടെ ആയിരിക്കും നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇതിലെ കൂടെ തന്നെ നടക്കും. ഇവിടെ തന്നെ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങോട്ട് നേരെ നടക്കും, പിന്നെ അങ്ങോട്ട് വെറുതെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ റോഡിൽ കൂടെ ചുമ്മാ ഒന്ന് നടന്നിട്ട് വന്നപ്പോൾ അവിടെ വെച്ച് വീടിൻ്റെ അടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ കാണുന്ന വീടാണ്. പിന്നെ ഇതിലേക്കൂടെ കുറേ പേരന്നേരം നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരോട് വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് തോന്നുന്ന വീഡിയോ ഒത്തിരി ലെങ്തി ആയെന്ന് തോന്നി. ഞാൻ ഇത്രയും വലിയൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ഇത് ഞാനൊരു ഫ്രീ ആയിട്ടിരുന്ന ഒരു ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നോർമലി ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ എൻ്റെ കറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്നത് പഠിക്കും, പിന്നെ സ്റ്റോറി എഴുതുന്നത് ചെയ്യും, പിന്നെ ഈ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം നമുക്ക് വീട്ടിൽ ക്ലീനിങ്ങിന് എല്ലാ ദിവസവും ഒന്നും ആൾ വരത്തില്ല. നമ്മൾ വിളിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത്. പഠിക്കും, പിന്നെ സ്റ്റോറി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ രാത്രിയിൽ അധികം ടൈം ഇരിക്കത്തില്ല, കാരണം എനിക്ക് രാവിലെ എഴുന്നേക്കണം. അപ്പോൾ ഞാൻ ലേറ്റായിട്ട് കിടക്കുവാണെങ്കിൽ എനിക്ക് നല്ലപോലെ രാവിലെ എഴുന്നേക്കാൻ മടിയായിരിക്കും. അപ്പോൾ പക്ഷേ പലരും കണ്ടിട്ടുണ്ട് ഞാൻ എത്ര ലേറ്റായിട്ട് കിടന്നാലും രാവിലെ കറക്റ്റ് ടൈമിൽ എഴുന്നേക്കും, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കാൻ പറ്റും. പക്ഷേ എന്നെക്കൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ അധികം ലേറ്റ് ആവാതെ തന്നെ കിടക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, എന്തെങ്കിലും ജസ്റ്റ് വായിക്കും, ബുക്സ് ലൈബ്രറിയിൽ നിന്നുള്ള ബുക്സ് ഞാൻ വായിക്കും.
അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിടന്നുറങ്ങും. രാത്രിയിൽ ഫോൺ യൂസ് വളരെ കുറവാണ്. സ്ക്രീൻ ടൈമൊക്കെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ആ വീഡിയോ ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് കുറച്ച് പേരും കമൻറ്റ് ചെയ്യുമായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോയെന്ന്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന്. ആൻഡ് ഫൈനലി ഞാനത് ചെയ്തിരിക്കുകയാണ്. എല്ലാവരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. സോ എല്ലാവരും കുട്ടികളൊക്കെ ടൈം കളയാതെ പോയി പഠിക്കുക. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പീസ്ഫുൾ ലൈഫ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.